പ്രൈസ് ദ ലോർഡ്. കർത്താവായ ജീവനുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഞാനൊരു ചോദ്യത്തോടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മെസ്സേജ്. പ്രൈസ് ദ ലോർഡ്. പിന്നെ ടോപ്പിക് ഇതാണ്: പള്ളിയിൽ പോകുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. പിന്നെ അത് പാസ്റ്റർമാരായാലും അച്ഛന്മാരായാലും തിരുമേനിയായാലും മാർപ്പാപ്പയായാലും ആരായാലും, ഞാൻ എല്ലാ പള്ളിക്കാരോടുള്ളൊരു ചോദ്യമാണിത്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ സ്വയമേ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പ്രൈസ് ദ ലോർഡ്. പിന്നെ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പള്ളി പോകുന്ന ഓരോ വ്യക്തികളും, അതായത് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, മെജോറിറ്റി ആൾക്കാരും, പള്ളിയിൽ പോകുന്ന മെജോറിറ്റി ആൾക്കാരും, ഇൻക്ലൂഡിങ് പ്രീച്ചേഴ്സ്, മെജോറിറ്റി ആൾക്കാരും ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല. അതാണ് സിമ്പിളായിട്ടുള്ള ആൻസർ. ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല മെജോറിറ്റി ആൾക്കാരും. പ്രൈസ് ദ ലോർഡ്. അതിൻ്റെ കാരണം ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്രിസ്തുമസ് ടൈമിൽ ഒരുപാട് പേര് കള്ളു കുടിക്കുന്നു, പാർട്ടി നടത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. പക്ഷേ അവർ കള്ളുടിയും ബഹളവും എല്ലാം ഉണ്ട്. അപ്പോൾ അവർ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിലെങ്ങും പറയുന്നില്ല, നിങ്ങൾ പിന്നെ എൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പം കള്ളു കുടിക്കണം, നൈറ്റ് ക്ലബ്ബിൽ പോകണം, അനാവശ്യമായിട്ടുള്ള എൻജോയ്മെൻറ്റ്സ് ചെയ്യണം എന്നൊന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ബൈബിളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പം അത് യഥാർത്ഥ സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ പേരിൽ ഒരു എൻജോയ്മെൻറ്റ്സ്. പ്രൈസ് ദ ലോർഡ്. അതെല്ലാം പാപമാണെന്ന് ഓർത്തോണം. പ്രൈസ് ദ ലോർഡ്. പക്ഷേ അത് മെജോറിറ്റി ആൾക്കാരും അത് ചിന്തിക്കുന്നില്ല. ചെയ്യുന്നതെല്ലാം പാപമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ പറയാനുള്ള എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഈയിടെ പിന്നെ ഒരു പള്ളിയിൽ, ഞാൻ പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, ഒരു പള്ളിയുടെ കുറേ വലിയ ആൾക്കാർ, ലീഡേഴ്സ്, വലിയ ആൾക്കാർ, പ്രസംഗിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. തമ്മിൽ ഭയങ്കര അടിയായിരുന്നു ഈ പ്രസംഗിക്കുന്ന വ്യക്തികൾ. എന്നിട്ട് പോലീസ് വന്നാണ് അവരെ മാറ്റിയത്. പ്രൈസ് ദ ലോർഡ്. ആ ബഹളവും വഴക്കും അടിയൊക്കെ മാറ്റിയത്, തടഞ്ഞത് പോലീസാണ്. പ്രൈസ് ദ ലോർഡ്. അത് തന്നെ ഒരു വലിയൊരു നാണക്കേടാണ്. സത്യം പറഞ്ഞാൽ ദൈവത്തെ കളിയാക്കുന്ന പോലെയാണ് അത്. ദൈവത്തെ കളിയാക്കുന്ന പോലെയാണ്. അപ്പം അവർക്കും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല, സ്നേഹവും ഇല്ല. പക്ഷേ പ്രസംഗിക്കുമ്പം ഇവരൊക്കെ ഭയങ്കര പ്രസംഗം. ഇവർക്കൊക്കെ വലിയ ബൈബിൾ നോളജ് ഉണ്ട്. പക്ഷേ ഇവർക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് ഇവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഈ പിന്നെ ദൈവത്തെ കളിയാക്കുന്ന ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്. അതായത് പള്ളിയിൽ രാഷ്ട്രീയം പാടില്ല, പള്ളിയിൽ ഇലക്ഷൻ പാടില്ല. പള്ളിയിൽ നടത്തുവാണെങ്കിൽ കൺസ്യൂമായിട്ട് അവിടെ സമാധാനം ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം, സഹകരണം ഉണ്ടായിരിക്കണം. എല്ലാം വിട്ടുകൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. അല്ല വഴക്കും ബഹളവും അല്ല അവിടെ ചെയ്യേണ്ടത്. അതൊരു എക്സാമ്പിൾ. പിന്നെ വേറൊരു എക്സാമ്പിൾ ഈയിടെ വൈറലാണ്, ലോകം മൊത്തം വൈറലാണ്. പിന്നെ യൂട്യൂബ് വഴി പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടി, അവർ തമ്മിൽ ഭയങ്കര പ്രശ്നം. അവർ പള്ളിയുടെ വലിയ ആൾക്കാരാണ്. ഈ ലോകത്തിലെ മിക്ക, അതായത് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയാം, അവർ ഫേമസ് ആണ്. ഭാര്യയും ഭർത്താവും, ഞാൻ പേര് പറയുന്നില്ല, ഭാര്യയും ഭർത്താവും ഫേമസ് ആണ്. അവർ ഭയങ്കര കൗൺസിലിംഗ് ആണ്. ആൾക്കാർ നന്നാകാൻ വേണ്ടി അവർ പല പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പക്ഷേ ഈയിടെ കണ്ടു അവർ തമ്മിൽ ഭയങ്കര അടി. അത് സോഷ്യൽ മീഡിയ വരികയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, ഭയങ്കര അടി, പ്രശ്നം. അപ്പോൾ എന്താ ചോദിച്ചാൽ, ഇവർക്കും ദൈവമായിട്ടൊരു ബന്ധമില്ല. അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ദൈവത്തിൻ്റെ വചനത്തെ അവർ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പിശാചാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ പിശാച് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കും. അതൊരു എക്സാമ്പിളാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്. നമ്മുടെ കർത്താവും നമ്മളോട് ചോദിക്കുന്നു, പള്ളിയിൽ പോകുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ആൻസർ അഗെയിൻ, എൻ്റെ ഉത്തരം നോ ആണ്, സ്നേഹിക്കുന്നില്ല.
അല്ലെങ്കിൽ ക്രിസ്തീയ പിന്നെ പള്ളികളിൽ ഇങ്ങനെ വഴക്കോ ബഹളമോ ഒന്നും ഉണ്ടാകത്തില്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കും ബഹളവും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം എനിക്ക് പറയാൻ ഉള്ള ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കൺഷ്യമായിട്ട് മനസ്സിലാക്കണം, ഈ ക്രിസ്തുമസ് ടൈമിൽ ഒരുപാട് പേര് പിന്നെ പല രീതിയിലുള്ള എൻജോയ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ക്രിസ്തുമസ് എന്തിനാണെന്ന് പോലും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കണം. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ 1 യോഹന്നാൻ എഴുതിയ ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5:3 വായിക്കണം. പ്രൈസ് ദി ലോർഡ്. 1 ജോൺ ചാപ്റ്റർ 5:3 വായിക്കാമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അത് കട്ടിയുള്ള പ്രമാണമല്ല. ദൈവത്തിൻ്റെ പ്രമാണം കട്ടിയുള്ള പ്രമാണമല്ല. അത് ആർക്ക് വേണമെങ്കിൽ പാലിക്കാം. പക്ഷെ നമുക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ പാലിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ദൈവത്തിൻ്റെ പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് കൽപ്പനകളുണ്ട്. 10 കൽപ്പന മാത്രമല്ല, ഒരുപാട് കൽപ്പനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ ചിലത് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. പിന്നെ പുതിയ നിയമം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് കാര്യം നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കൽപ്പനകൾ. പ്രൈസ് ദി ലോർഡ്. അപ്പം 2-3 കാര്യം ഞാൻ പറയാം. അതായത് ദൈവം ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും മാനസാന്തരപ്പെടണം, പുതുതായി ജനിക്കണം, നമ്മുടെ പഴയ സ്വഭാവം എല്ലാം മാറ്റി പുതിയൊരു മനുഷ്യനാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞിനെ പോലെ. കുഞ്ഞുങ്ങൾക്ക് ദേഷ്യമില്ല, വൈരാഗ്യമില്ല, വഴക്കില്ല, ചീറ്റിംഗ് ഇല്ല, അവർ ഹിപ്പോക്രാറ്റ്സ് അല്ല, വിക്കഡല്ല, അവർക്ക് ആർത്തിയൊന്നുമില്ല, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളായിട്ട് ആർത്തിയില്ല, ഗ്രീഡിയല്ല, അവർ പ്യുവറാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ദൈവം ആഗ്രഹിക്കും നമ്മൾ പുതുതായി ജനിക്കണം, മാനസാന്തരപ്പെടണം, പുതുതായി ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ മാറ്റണം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വാസ സ്നാനം ഏൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, വിശ്വാസ സ്നാനം ഏൽക്കണം. പക്ഷേ ഇന്ന് പല പള്ളികളിലും പഠിപ്പിക്കുന്ന ശിശു സ്നാനം മതി, വിശ്വാസ സ്നാനം വേണ്ട. അത് തെറ്റാണ്. അത് ദൈവത്തെ കളിയാക്കുന്ന പോലെയാണ്. എന്നാൽ ശിശു സ്നാനം തെറ്റൊന്നുമല്ല, എനിക്ക് അതിൽ എതിർപ്പൊന്നുമില്ല ശിശു സ്നാനം ചെയ്യുന്നത്. പക്ഷേ വിശ്വാസ സ്നാനമാണ് ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വാസ സ്നാനം ഏൽക്കണം. പ്രൈസ് മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അയൽക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ, മനസ്സിലാക്കിയാൽ അവരെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കണം. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ സെൽഫിഷ് പീപ്പിളാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കും. എൻ്റെ കാര്യം സിന്ദാബാദ് എന്ന് പറയുന്നവരാണ്. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം. നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും നമ്മുടെ കൺമുമ്പിൽ പ്രശ്നത്തിലും പ്രയാസം ദുഃഖത്തിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ട്, അവരെ സഹായിക്കാൻ ശ്രമിക്കണം. അതൊരു കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് നമ്മുടെ ദൈവത്തെ സിൻസിയറായിട്ട് സ്നേഹിച്ചാൽ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഓട്ടോമാറ്റിക്കായിട്ട് പാലിക്കും. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സൺഡേ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബൈബിൾ കോളേജിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വലിയ ബൈബിൾ നോളജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് നോക്കി, പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ച് നോക്കി, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ നമ്മൾ ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനാണ് എൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഓർത്തോണം, അത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ ഇല്ലയോ ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുമസിൻ്റെ ഒരു എക്സാമ്പിൾ ഇട്ടത്. ക്രിസ്തുമസിൽ അനേകർ ആഘോഷിക്കുന്നു, കള്ളു കുടിക്കുന്നു, പാർട്ടി നടത്തുന്നു, എക്സെട്ര. പക്ഷേ ആർക്കും, മെജോറിറ്റി ആൾക്കാർക്കും ദൈവത്തായിട്ട് ഒരു ബന്ധവും ഇല്ല. അവർ ചിന്തിക്കുന്ന പോലും ഇല്ല, എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചത്, ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അവർ സത്യം പറഞ്ഞ ദൈവത്തെ കളിയാക്കിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, പാസ്റ്ററായാലും അച്ഛനായാലും പെന്തക്കോസുകാരായാലും, പെന്തക്കോസ് പള്ളി പോകുന്നവരായാലും, മർത്തോം പള്ളി പോകുന്നവരായാലും, കത്തോലിക്ക പള്ളി പോകുന്നവരായാലും, CSI പള്ളി പോകുന്നവരായാലും, മാർപ്പാപ്പയാണേലും തിരുമേനിയാണേലും, നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ
ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ ശ്രമിക്കും. പ്രൈസ് ദ ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ ലേഖനം 5:3 പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. 1 John chapter 5 verse 3 പറയുന്നത്, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അതായത് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തിൻ്റെ കൽപ്പന ഏതിലൊന്ന് നമ്മൾ മാറ്റി വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥവും നമ്മൾ ക്രിസ്ത്യാനികളല്ല. നമ്മൾ ക്രിസ്ത്യാനികളല്ല എന്നർത്ഥമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മരിച്ചാൽ നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോകത്തില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് കേട്ടാൽ എല്ലാവരും ചിന്തിക്കണം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അതോ പിശാചിനെയാണോ സ്നേഹിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കാത്തവരെല്ലാം പിശാചിനെയാണ് സ്നേഹിക്കുന്നത്. ഈ ലോകത്തെ സ്നേഹിക്കുന്നവരെല്ലാം പിശാചിനെയാണ് സ്നേഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നത് പ്രയോറിറ്റി ആക്കല്ല. പക്ഷേ മെജോറിറ്റി പള്ളിയിൽ പോകുന്ന ആൾക്കാരും ഈ ലോകത്തെയാണ് പ്രയോറിറ്റി ആക്കിയിരിക്കുന്നത്, ദൈവത്തെ മാറ്റി വെച്ചേക്കാണ്. അപ്പം ഈ ലോകത്തെ പ്രയോറിറ്റി ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നമ്മൾ പിശാചിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പം ഒന്നുകൂടെ എൻ്റെ ചോദ്യം, പ്രൈസ് ദ ലോർഡ്, പള്ളിയിൽ പോകുന്ന ഓരോ വ്യക്തികളും, അത് പ്രീച്ചേഴ്സ് ആയാലും പ്രസംഗിക്കുന്ന വ്യക്തികളായാലും ചർച്ച് ലീഡേഴ്സ് ആണെങ്കിലും, ഓരോ വ്യക്തികളും, ഈ പള്ളിയിൽ പോകുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ചിന്തിക്കുക. ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. ഒന്നുകൂടെ ഓർപ്പിക്കാം. ബൈബിൾ വേർഡ്സ്, പ്രൈസ് ദ ലോർഡ്. 1 John chapter 5 verse 3. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:3. പ്രൈസ് ദ ലോർഡ്. God bless you all.